ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സിനിമ വിരോധിയല്ല. സിനിമയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അറിയില്ല. സിനിമയെക്കുറിച്ച് പറയാൻ പരിജ്ഞാനിയുമല്ല. പക്ഷേ ഞാനൊരു സാധാരണ ഒരാളാണ്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സിനിമ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലെ കുറച്ച് സീനുകൾ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കാശ് മുടക്കി ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സിനിമ കണ്ടിരിക്കുന്നവർക്ക് ഒരു അനുഭവം തന്നെയായിരിക്കും. ഈ സിനിമയിൽ ചർച്ച ചെയ്യേണ്ട രണ്ട് ഭാഗങ്ങൾ, അതിലൊന്നാണ് രാഷ്ട്രീയം, അതിലൊന്ന് മെറിറ്റ്. ഇതിൽ രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത്. ഇത്രയും ചർച്ചയാക്കേണ്ട ഒരു സബ്ജക്റ്റ് ഈ ചിത്രത്തിൽ കാണുന്നില്ല. ഇതിൽ രാഷ്ട്രീയം കൊണ്ട് സംഘവിരുദ്ധ രാഷ്ട്രീയമാണ് സിനിമയിൽ എടുത്തു കാണിക്കുന്നത്. ഒരു സിനിമയിൽ പരാമർശിക്കപ്പെട്ട എന്ന് കരുതി ഇല്ലാതാവുന്നതാണോ സംഘപരിവാർ രാഷ്ട്രീയം? അല്ലെന്ന് തന്നെ പറയാം. ഒരു സിനിമാക്കാരൻ അയാളുടെ രാഷ്ട്രീയം സിനിമയിലൂടെ പറഞ്ഞതിന്റെ പേരിൽ അയാൾക്കെതിരെ കൊലവിളി നടത്തുന്നുണ്ടോ? ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന പേരിൽ മോദിയുടെയും സംഘപരിവാരോടും രാജ്യത്തോടും കൂറ് പുലർത്തുന്ന മോഹൻലാലിനെ ശിക്ഷിക്കപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണമെന്ന് എന്നെല്ലാം പോസ്റ്റുകൾ കണ്ടു. ഇങ്ങനെയെല്ലാം തലതിരിഞ്ഞ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സിനിമയാണ്, ജീവിതമല്ല. ആ സിനിമയ്ക്ക് വേണ്ടി രാഷ്ട്രീയം ഉണ്ടാകാം. രാഷ്ട്രീയം വേണോ എന്നോ വേണ്ടോ തീരുമാനിക്കുന്നത് സിനിമയ്ക്ക് കാശ് മുടക്കുന്നവരാണ്. രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ അത് അവർ പറയട്ടെ. കഥയിൽ ചോദ്യമില്ല എന്നൊരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ട്. അതൊക്കെ മറന്നുപോയോ എന്തോ. സിനിമയ്ക്കകത്ത് രാഷ്ട്രീയം പറയാൻ പാടുന്നില്ലെന്ന് ഇന്ത്യയിൽ എങ്ങും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയാം. ഒരു മോദിയെ വിമർശിക്കുന്നു, സംഘപരിവാറെ വിമർശിക്കരുതോ എന്നോ ഒരിടത്തും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹമാസ് എന്ന തീവ്രവാദ സംഘടന അതൊരു തീവ്രവാദ സംഘടനയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളും ഹമാസ് എന്ന സംഘടന തീവ്രവാദി സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ് ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ പാടില്ലെന്ന് വല്ല ചട്ടമുണ്ട്? ഇല്ല. ഹമാസിനോട് ശബ്ദിക്കാം, നോ പ്രോബ്ലം. ഇന്ത്യ എന്ന മഹാരാജ്യം ഹമാസിനെ തീവ്രവാദി സംഘടനയായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അനുകൂല പ്രകടനം നടത്താനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അവർക്ക് വേണ്ടി വാദിക്കാനും സംസാരിക്കാനും അവകാശമുണ്ട്. നമുക്ക് എതിർപ്പുണ്ടെന്ന് കരുതി അവരെ അനുകൂലിക്കാൻ പാടില്ലെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. അതുപോലെയാണ് സംഘപരിവാർ രാജ്യം ഭരിക്കുന്നു. രാജ്യഭരണം ഇവരെ ഏൽപ്പിച്ചത് ഇന്ത്യ ജനമാണ്. അല്ലാതെ അവരൊരു സുപ്രഭാതത്തിൽ വന്നിറങ്ങിയ പ്രസ്ഥാനമൊന്നുമല്ല. അവർ ഇന്ത്യയിൽ എത്തിയത് ഇതിലും കൂടുതൽ വിമർശനങ്ങൾ കേട്ടിട്ട് തന്നെയാണ്. ചിത്രത്തിൽ പറയുന്നത് പോലെ ഗുജറാത്ത് കലാപം, ഗർഭിണിയെ ചൂലം കൊണ്ട് കുത്തിയെടുക്കുന്നതൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ആ വിഷയങ്ങൾ അന്തരീക്ഷത്തിൽ ഉള്ളപ്പോൾ തന്നെ ആണ് ഗുജറാത്ത് ഭരിക്കുന്ന മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് അതിര് കടന്ന് ചർച്ചയാണ് രാഷ്ട്രീയത്തിൽ ഉള്ളത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഗുജറാത്ത് കലാപം മോദിജിക്ക് പങ്കില്ലെന്ന് കോടതി തന്നെ തെളിയിച്ചതാണ്. പിന്നെ ഗർഭിണി സ്ത്രീയെ ശൂലം കൊണ്ട് കുത്തി എടുക്കുന്നതും ഒരു മീഡിയ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചവരെ താറടിച്ച് കാണിക്കാനുള്ള ഒരു പാർട്ടിക്കാരെ കെട്ടിച്ചമച്ച ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് ഡെയിലി പത്രം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. മാത്രമല്ല, ബജരംഗ് എന്ന പറയുന്ന ഒരു വില്ലൻ ഈ സിനിമയിലുണ്ട്. ആ വില്ലൻ അമിത്ഷാ എന്നാണെന്ന മുൻവിധിയോടുകൂടി പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ബജരംഗയ്ക്ക് എങ്ങും അധികാരമുണ്ടെന്ന് ഒരിടത്തും പറയുന്നില്ല. അതൊരു വ്യാഖ്യാനം മാത്രമാണ്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഗോദ്രേജ് ട്രെയിൻ തീവെപ്പിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ അല്ല. ഗുജറാത്ത് തീവെപ്പ് നടന്നത് പറയാമായിരുന്നു. ചിത്രത്തിൽ ഗോദ്ര തീവെപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സന്യാസിമാർ മരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ തുടർച്ചയാണ് കലാപം എന്ന് കാണിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ പരാമർശത്തിന്റെ പേരിൽ ഇത്രയധികം ബഹളം വെക്കാൻ വേണ്ടി ചിത്രത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് അഭിപ്രായം. തിരുവാതിര കളിയുടെ പേരിൽ CPM-നെ വിമർശിക്കുന്നുണ്ട് ചിത്രത്തിൽ. അതുകൊണ്ട് രാഷ്ട്രീയം അമിതമായി ചർച്ചക്കായി എടുത്ത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. സംഘപരിവാറിന്റെ ഇടപെടൽ ചിലപ്പോൾ ഗുണമേ ചെയ്യൂ. ഗുജറാത്ത് കലാപത്തിൽ സംഘപരിവാറിനെ എന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റ് തൽപര കക്ഷികൾ ഇന്ത്യയിൽ വലിച്ചിട്ടതാണ്. ഒരു കോടതിയും സംഘപരിവാറിനെ ശിക്ഷിച്ചിട്ടില്ല. ഇതിന് പിന്നാമ്പുറത്തും കുറെ കളികളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും എമ്പുരാൻ രാഷ്ട്രീയം മറന്ന് സിനിമ എന്ന പേരിൽ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് മോഹൻലാലിനെ ബലിയാടാക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്,
സംഘപരിവാർക്ക് പണി കൊടുക്കാൻ വേണ്ടി, ഫിലിം വിജയിപ്പിക്കാൻ വേണ്ടി കരുതി കുറേ പേർ സിനിമ കാണുന്നവരുമുണ്ട്. കേരളത്തിൽ പൊതുവെ സംഘവിരുദ്ധമാണ്. അതുകൊണ്ട് സംഘവിരുദ്ധ അജണ്ട ഉണ്ടാക്കി അവരെ സിനിമയിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഒരു തന്ത്രപൂർണ്ണ നീക്കം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാം സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുടെ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആണെന്ന് പറയാം. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. രാഷ്ട്രീയം മാറ്റിവെച്ച് നമുക്ക് സിനിമയിൽ മെറിറ്റിലേക്ക് പോകാം. ഇപ്പോൾ യൂസിഫർ എന്ന സിനിമ ജനങ്ങൾ നെഞ്ചിലേറ്റൊരു സിനിമയുടെ 2ാം ഭാഗമാണ് നമ്പുരാൻ. അതുകൊണ്ട് ആൾക്കാരുടെ പ്രതീക്ഷ യൂസിഫറിന് അപ്പുറമാണ്. അതുകൊണ്ട് ആ സിനിമയിൽ ആദ്യത്തെ കടമ യൂസിഫർ എന്ന മനോഹരമായ ചിത്രമാണ്. ഇത്തരം വിവാദങ്ങളൊന്നും യൂസിഫ് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നില്ല. പൃഥ്വിരാജിന് അധികം അന്നൊന്നും കൈയ്യൊന്നും കിട്ടിയില്ല. പക്ഷെ മോഹൻലാലിനൊന്ന് അഭിനന്ദനങ്ങളൊക്കെ കൈയടിയൊക്കെ കിട്ടിയായിരുന്നു. യൂസിഫർ കണ്ട വ്യക്തി, യൂസിഫർ എന്ന സ്റ്റീഫൻ നെടുമ്പല്ലിയെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ അതിൻ്റെ 2ാം ഭാഗം കാണാൻ വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിലേക്ക് പോന്നു. കാരണം അത്രക്കൊരു പ്ലേസിംഗ് ആയിരുന്നു അണിയറ പ്രവർത്തകർക്ക് കൊടുത്തത്. അതായത് സിനിമയുടെ ഫസ്റ്റ് അജണ്ട പാളിപ്പോയെന്ന് അർത്ഥം. പൃഥ്വിരാജിനെ പ്രൊജക്റ്റ് ചെയ്തത് കൊണ്ടാണ് മോഹൻലാലിന്റെ റോൾ കുറച്ച് പൃഥ്വിരാജിന്റെ ഇമേജ് കൂട്ടിയെന്ന് ക്ലോസപ്പും ഉണ്ട്. സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. അതിൽ ഇതിനകത്ത് ചെറിയൊരു റോൾ മാത്രമേ ഉള്ളൂ മോഹൻലാൽ എന്ന് പറയുന്നവരുണ്ട്. ചിത്രത്തിൽ പൃഥ്വിരാജാണ് നായകൻ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കഥാപാത്രത്തിൽ ഇതിൽ പ്രശസ്തിയൊന്നുമില്ല. ഇതിൽ പൃഥ്വിരാജിന് ഖുറേഷ്യ എന്ന ഒരു വ്യക്തിയുടെ ഒരു ഗൺമാൻ മാത്രമാണ്. പുഷ്പ 2 അല്ലു അർജുനക്കാലം തിളങ്ങിയത് നമ്മുടെ മലയാളം ചിത്രത്തിലെ ഫഹദ് ഫാസിൽ എന്നൊരു വില്ലൻ കഥാപാത്രമായിരുന്നു. ലാലേട്ടൻ ചിത്രത്തിൽ ഒരു ഹോളിവുഡ് സിനിമയിലെ എല്ലാ സാധ്യതകളും ഈ സിനിമയിലുണ്ട്. മലയാള സിനിമയിൽ ഹോളിവുഡ് എല്ലാ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് ഈ ചിത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരം ഒരു ക്വാളിറ്റി ഈ സിനിമയിലുണ്ട്. മലയാള സിനിമയ്ക്ക് ഈ രീതിയിൽ ചെയ്യാം എന്ന് കഴിയും എന്നൊരു തെളിയിച്ച ഒരു ചിത്രം കൂടിയാണ് നമ്പുരാൻ. സംഘപരിവാർ വിരുദ്ധം ഉള്ളതുകൊണ്ട് ചിത്രം കൂടുതൽ കളക്ഷൻ നേടുമെന്ന് കരുതാം. പിന്നെ പൃഥ്വിരാജ് എന്ന വ്യക്തി തള്ളുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതൊരു സമ്പൂർണ്ണ പരാജയമാണ്. പക്ഷെ ഈ സിനിമയിൽ ഇതിന്റെ 3ാം ഭാഗം ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ രാഷ്ട്രീയം പറഞ്ഞ സിനിമ എന്ന രീതിയിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാം. ലാലേട്ടന്റെ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പം ബൈ ബൈ.